ഹലോ ഫ്രണ്ട്സ്, ഈ ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഉള്ള ഒരു LGയുടെ 26 ഇഞ്ച് LCD TV ആണ്. ഇത് വൈറ്റ് സ്ക്രീനാണ്. ഇത് വൈറ്റ് സ്ക്രീനിൽ ഇടയ്ക്ക് ചെറുതായിട്ട് നമുക്ക് ഡിസ്പ്ലേ കാണുന്നുണ്ട്. പക്ഷേ ഇത് ബാക്കി ഫുള്ള് വൈറ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ TVയുടെ മോഡൽ നമ്പർ നമുക്ക് വരുന്നത് ഇതാണ് 26LH20R. ഇതാണ് മോഡൽ നമ്പർ. ഇതൊരു LCD TV ആണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് എന്താ കംപ്ലൈൻറ്റ് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ TV ഇളക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് LVDS എല്ലാം ഒരുപാട് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടണം. നമ്മുടെ പെൻസിലിൻ്റെ ഇറേസർ വെച്ച് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്താൽ അത് ക്ലീൻ ആവും. കുറച്ച് പഴക്കമുള്ള TVകളിലൊക്കെ ഈ LVDS ഇങ്ങനെ ക്ലാവ് പിടിച്ചിട്ട് നമുക്ക് കംപ്ലൈൻറ്റുകൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് LVDS നമ്മൾ നോക്കിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ഇപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാ സൈഡിലും ഈ രണ്ട് സൈഡിലും ഇളക്കി കൊടുക്കണം. അതുപോലെ ഇതിന് T-കോൺ സെപ്പറേറ്റ് ഉണ്ട്. അതിൻ്റെ T-കോണിൽ നിന്ന് പാനലിലേക്ക് കേബിൾ ഉണ്ട്. അത് നമ്മൾ ഇളക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഇതിന് ഈ സൈഡിൽ വലിയ പ്രശ്നങ്ങളില്ല, ചെറിയൊരു മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കൂ. ഇനി ഇവിടുത്തെ T-കോണിൽ നിന്ന് പാനലിലേക്ക് കേബിൾ ഉണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ആ കേബിൾ നമുക്ക് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേബിള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇല്ല, നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത് വൈറ്റ് സ്ക്രീൻ തന്നെയാണ്. അപ്പോൾ നമ്മളിത് ഫുൾ ഇളക്കണം. നമ്മുടെ പാനൽ ഇളക്കണം. ഇളക്കുന്നതിന് മുമ്പ് ഈ T-കോൺ ബോർഡിൽ നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് VGL VGH ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. DC 200 ഇട്ടിട്ടുണ്ട്. സെറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. സെറ്റ് ഓണായി. ഇതേ ബാക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. ഇത് VGL പോയിന്റ് ആണ്, -6 വോൾട്ട്. അത് ഓക്കെയാണ്. VGH 25.8 ഉണ്ട്. VDD 14.2. ഇത് നമ്മുടെ VCOM വോൾട്ടേജ് ആണ്, 7.3. ഓക്കെ, നമ്മുടെ വോൾട്ടേജുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഇനി ഈ ബോഡി ഫുള്ളായിട്ട് ഇളക്കേണ്ടി വരുമെങ്കിലേ നമുക്ക് സ്കെയിലർ PCBക്കകത്തൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ബോഡി ഫുള്ളൊന്ന് ഇളക്കിയെടുക്കാം. അതിൽ മാത്രം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ സ്കെയിലർ PCBയിലോട്ടുള്ള കേബിൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തില്ലായിരുന്നു. ഇവിടെ എടുക്കണമെങ്കിൽ ഇത് ഫുള്ള് ഇളക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത് അങ്ങനെ ഇളക്കി എടുത്തിട്ട് ഇതുകൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. കാര്യം വോൾട്ടേജ് ഒക്കെ നമുക്ക് കറക്റ്റ് ആണ്.
പറയത്തക്ക പ്രശ്നമൊന്നും അവിടെയും നമ്മൾ കണ്ടില്ല. വലുതായിട്ട് ക്ലാവൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ LVDS സ്ട്രിപ്പിന് പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ പാനലൊന്ന് വേറൊരു ബോർഡിൽ കൊടുത്ത് ചെക്ക് ചെയ്യാനാണ് പോകുന്നത്. വേറൊരു ബോർഡിൽ കൊടുത്ത് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് പാനലാണോ കംപ്ലൈൻ്റ് എന്ന് ഒന്ന് ഉറപ്പ് വരുത്താം. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പം നമ്മൾ ആ പാനൽ വേറൊരു ബോർഡിനകത്ത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറൊരു ഡൈനോരയുടെ ബോർഡിലാണ് ഞാൻ കണക്ട് ചെയ്തത്. സ്മാർട്ട് TV ഡൈനോരയുടെ ബോർഡാണ് ഇത് കണക്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ പാനലിൻ്റെ വോൾട്ടേജ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഡാറ്റ ഷീറ്റ് നോക്കി കണക്ട് ചെയ്യാൻ. ഇത് നമ്മൾ ഓൺ ചെയ്ത് നമുക്ക് ഡൈനോര വന്നിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാനൽ ഓക്കെയാണ്. അപ്പോൾ ഈ നമ്മുടെ പാനൽ നമുക്ക് ഓക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ LVDS അല്ലെങ്കിൽ മദർ ബോർഡ്, അതാണ് നമ്മുടെ പ്രശ്നം. ദേ സ്മാർട്ട് TV അതിൻ്റെ എംബ്ലം അവിടെ കാണിക്കുന്നുണ്ട്. HDMI 2 അത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനൽ പക്കയാണ്, പാനലിൻ്റെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി LVDS മദർ ബോർഡ്. അപ്പോൾ നമ്മളിതിൽ LVDS മാറി വേറൊരു LVDS കേബിളോട് ഇട്ടിട്ടുണ്ട്. TV ഓണാണ്. ഇപ്പോഴും നമ്മുടെ വൈറ്റ് സ്ക്രീൻ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ മദർ ബോർഡ് ഫാൾട്ടാണ്. മദർ ബോർഡ് കംപ്ലൈന്റ് ആണിത്. ഈ മദർ ബോർഡിൽ ഇതിന്റെ സിഗ്നലുകളെല്ലാം വരുന്നത് ഇവിടുന്ന് ഈ പ്രിന്റ് വഴി ഡയറക്റ്റ് IC എന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേറെ ഒന്നും ഇനി ചെക്ക് ചെയ്യാനില്ല, IC തന്നെയാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇനി മദർ ബോർഡ് മാറുക എന്നുള്ള ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇത് എൻ്റെ തന്നെ TV ആണ്. ഞാൻ ഇതിനെ ഇനി ഒരു സ്മാർട്ട് TV ആക്കാനാണ് പോകുന്നത്. അപ്പോൾ സ്മാർട്ട് TV ആക്കുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ നമുക്ക് പാനലാണോ കംപ്ലൈൻറ്റ് അതോ മദർ ബോർഡാണോ LVDS ആണോ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.